ആലപ്പുഴ കരുവാറ്റയിൽ സ്വന്തം അപ്പൂപ്പനെ കൊലപ്പെടുത്താൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആ 13-കാരിക്ക് നല്ല കിടിലൻ ചുള്ളന്മാരായിട്ടുള്ള 2 ആങ്ങളമാരെ കൂടി കിട്ടിയിരിക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? ഇവിടെ കേരളത്തിലാണോ? അല്ല, അങ്ങ് തെലുങ്കാനയിൽ. ആ പീറ പയ്യന്മാർ കാണിച്ചു കൂട്ടി പണി എന്താണെന്ന് അറിയാമോ? മനക്കട്ടി ഉള്ളവന്മാർ മാത്രം കേട്ടോ. കല്ലൂർ രൂപാറെഡ്ഡി എന്നാണ് ടീച്ചറിൻ്റെ പേര്. നമുക്ക് ആ ടീച്ചറെ സ്നേഹത്തോടെ രൂപ ടീച്ചറെ എന്ന് വിളിക്കാം അല്ലേ? കാരണം അത്രയ്ക്ക് ഐശ്വര്യമാണ് ആ മുഖത്ത്. ഇത് കണ്ടില്ലേ? ആ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുണ്ട്, എപ്പോഴും ഒരുങ്ങിയേ നടക്കത്തുള്ളൂ. ദേഹം മുഴുവൻ ആഭരണമാണ്, നല്ല വില കൂടിയ ഡ്രസ്സ് ധരിക്കും. പക്ഷേ ഇതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. ഇഷ്ടം പോലെ പൈസയുണ്ട്. വലിയൊരു ആർഭാടമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ആർഭാടമായിട്ടുള്ള വീടുണ്ട്, കാറുണ്ട്, എല്ലാ സെറ്റപ്പും ഈ ടീച്ചർക്കുണ്ട്. ഈ ടീച്ചർ ഒരു സ്കൂൾ നടത്തുകയാണ്. നാഗാർജുന പബ്ലിക് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അതിൻ്റെ പ്രിൻസിപ്പാളും ഡയറക്ടറും ഒക്കെ ഈ ടീച്ചർ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ടീച്ചർ. ഒരാളോട് പോലും എന്താ പറയുക ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലും വളരെ അപൂർവമാണ്. അങ്ങനെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ്. ടീച്ചർ നന്നാവാൻ വേണ്ടി മാത്രമായിരിക്കും വല്ലപ്പോഴും കുട്ടികളെ വഴക്ക് പറയുന്നത്. അത്രത്തോളം ഇടപഴകിയാണ് കുട്ടികളുമായിട്ട് ടീച്ചർ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ടീച്ചറിൻ്റെ ഭർത്താവാണെങ്കിൽ ഹൈദരാബാദിൽ ബിസിനസ് ചെയ്യുകയാണ്. കുട്ടികളും സേഫായിട്ട് അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ദൈവം അനുഗ്രഹിച്ചൊരു സ്ത്രീയാണ് നമ്മുടെ രൂപ ടീച്ചർ. അസൂയയും കുശുമ്പുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ സ്കൂളിലും ഉണ്ട് ചില ടീച്ചർമാർ. ആ ടീച്ചർമാർ ഈ രൂപ ടീച്ചറോട് പറയും, ടീച്ചറെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാരി വലിച്ചിട്ട് നടക്കരുത്, കാലം വളരെ മോശമാണ്, അറിയാമല്ലോ, എന്താ സംഭവിക്കുന്നത് പറയാൻ ഒക്കത്തില്ല. ഈ ടീച്ചർ, നമ്മുടെ രൂപ ടീച്ചർ അവരെ സമാധാനിപ്പിക്കും. ഇപ്പോഴല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, നാളെ എന്താണ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഉള്ള സമയത്ത് ഉള്ളതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം ടീച്ചറെ എന്ന് പറഞ്ഞ് തോളിത്തട്ടെ അവരെ സമാധാനിപ്പിക്കും. അതാണ് നമ്മുടെ രൂപ ടീച്ചർ. പ്രായം 50 അടുത്തെങ്കിലും ആ പ്രായമൊന്നും ടീച്ചറുടെ മുഖത്ത് വെളിവാകത്തേ ഇല്ല. അത്രയ്ക്ക് ഉഷാറായിട്ടാണ് ടീച്ചർ ഇങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ചില വാക്കുകൾ അറം പറ്റുമല്ലോ അല്ലേ? നമ്മൾ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനാണ് അറം പറ്റുമെന്ന് പറയുന്നത്. അത് ഈ ടീച്ചറുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒരു ദിവസം ഈ ടീച്ചർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വിശ്വസിക്കാൻ പറ്റുമോ? കാരണം കുറച്ച് മുമ്പ് ചിരിച്ച് നല്ല രീതിയിലൊക്കെ പെരുമാറിയ ടീച്ചർ ഇനി ഇല്ല എന്നുള്ള ആ സത്യം ഒരാൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ പോലീസ് എത്തി. ടീച്ചറെ കണ്ട് എല്ലാവർക്കും സങ്കടം സഹിക്കാൻ പോലും പറ്റുന്നില്ല. അത്ര മൃഗീയമായിട്ടാണ്, അത്രയും ബ്രൂട്ടലായിട്ടാണ് ഈ ടീച്ചറെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 27ഓളം കുത്താണ് ആ ശരീരത്തിൽ ഉടനീളം കാണാൻ പറ്റിയത്. അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീന് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്, അത്ര മൃഗീയമായിട്ടാണ് കുത്തി കൊന്നിരിക്കുന്നത്. മാത്രവുമല്ല ആ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ മോഷണം പോയിരിക്കുകയാണ്. ടീച്ചറിൻ്റെ കണ്ട് 3 ലക്ഷത്തോളം രൂപ, മൊബൈൽ ഫോണ്, ഈ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കാർഡുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സ്വർണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മോഷണം പോയിരിക്കുകയാണ്. ഒരു കാര്യം പോലീസിന് ആദ്യമേ തന്നെ വ്യക്തമായിരുന്നു. ഈ വീടിനെ പറ്റി അല്ലെങ്കിൽ ഈ ടീച്ചറെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഏതോ ഒരു ആളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഈ ടീച്ചർ പലപ്പോഴും ഈ സ്കൂളിൽ നിന്ന് പിരിഞ്ഞ് കിട്ടുന്ന പൈസ മുഴുവൻ ഈ വീട്ടിൽ ശേഖരിക്കുന്ന ഒരു പതിവായിരുന്നു. പിറ്റേന്ന് ബാങ്കിലിടും. ആ രാത്രി സേഫായിട്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും, പിറ്റേന്ന് കൊണ്ട് ബാങ്കിലിടും. അതാണ് ഈ ടീച്ചറിൻ്റെ പതിവ്. അപ്പോൾ ഈ ഫീസിനെ പറ്റി അറിയാവുന്നതും ആ വീട്ടിൽ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു ശീലം ഈ ടീച്ചർക്ക് ഉള്ള കാര്യവും ഏതോ ഒരാൾക്കറിയാം. ആ ആളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. എന്തായാലും ചെയ്തതും വലിയ വില്ലനാണ്. ഒരു തെളിവ് പോലുമില്ല. വന്നിരിക്കുന്നത് മുഖംമൂടിയൊക്കെ ധരിച്ചാണ്, കയ്യിൽ ഗ്ലൗസുണ്ട്, ഫിംഗർ പ്രിൻ്റ് കിട്ടാനില്ല, CCTV നിന്നൊക്കെ മാച്ച് ഒഴിഞ്ഞാണ് ആ കൊലയാളി സഞ്ചരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വല്ലാത്തൊരു തലവേദന തെലുങ്കാന പോലീസ് സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. എന്തായാലും വെറുതെ ഇവിടെ ഒക്കത്തില്ലല്ലോ, അത്രയും വലിയൊരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഒരാളാണ്, അത്രയും മിടുക്കിയ ഒരു ടീച്ചറാണ്. അങ്ങനെ പോലീസ് ജാഗരൂകരായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. 10 സംഘങ്ങളായിട്ടൊക്കെ പോലീസ് വിരികയാണ്. എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റത്തുള്ളൂ. 100 കണക്കിന് ആൾക്കാരെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ പോലീസിന് നിർണായകമായിട്ടുള്ള ഒരു വിവരം കിട്ടുകയാണ്. ആ വിവരം ആരുടെ വായിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അറിയാമോ? ഈ രൂപ ടീച്ചറിൻ്റെ അമ്മായിയമ്മയുടെ വായിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു തെളിവാണ്. അതില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് തെളിയിക്കാൻ പോലും പറ്റത്തില്ല. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പിയാണ്. ആ സംഭവം നടക്കുന്ന രാത്രി ഈ ടീച്ചറും അമ്മായിയമ്മയും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അന്ന് വൈകുന്നേരത്തോടെ ഭർത്താവ് ഹൈദരാബാദിലേക്ക് തിരിച്ചുപോയി. ഈ വീട്ടിൽ ഇപ്പോൾ ടീച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് മകൻ്റെ വിവരം അറിയാൻ വേണ്ടി അമ്മ ഈ ടീച്ചറെ വിളിക്കുകയാണ്. അറിയാലോ, ഒരുപാട് നേരം ഇങ്ങനെ സംസാരിക്കുകയാണ്. ഭർത്താവിൻ്റെ കാര്യവും കുട്ടികളുടെ കാര്യവും എല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഫോൺ പെട്ടെന്ന് കട്ടായിപ്പോയി. ഫോൺ തറയിലേക്ക് വീണ ശബ്ദം ഈ അമ്മായിമ്മ കേൾക്കുകയാണ്. ആ കൂട്ടത്തിൽ ബാപ്പു, മോനെ ബാപ്പു എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കൂടി ഈ അമ്മായിമ്മ കേട്ട്. അത് ഈ അമ്മായിമ്മ പോലീസിന് പറയുകയാണ്, ആരെയായിരിക്കും ഈ ടീച്ചർ ബാപ്പു എന്ന് വിളിച്ചിരിക്കുന്നത്? പോലീസ് പലരെയും നോക്കി, ഇനി ബാബു എന്ന് പേരുള്ള ആരെങ്കിലും കാണും. അങ്ങനെയൊക്കെ പേര് ഒത്തിരി നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പേർക്കുണ്ട്. ഇനി തെലുങ്കാന ദേശത്ത് അങ്ങനെ ബാബു എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരുപാട് പേര് ബാബു എന്നുള്ള പേരിലുള്ള ആൾക്കാരെ മുഴുവൻ ചോദ്യം ചെയ്തു. അവർക്കൊന്നും ഈ കേസ് യാതൊരു പങ്കുമില്ല. പിന്നെയാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത്. ഈ ടീച്ചർ കുട്ടികളെ
സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ബാപ്പു എന്ന് പറഞ്ഞ സ്നേഹത്തോടെ അരുമയായ കുട്ടികളെ പല ടീച്ചർമാരും വിളിക്കുന്ന അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ടീച്ചറാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, കുട്ടി കൊലയാളികളാണ്, അല്ലെങ്കിൽ കുട്ടി കൊലയാളിയാണ് വന്നിരിക്കുന്നത്. ആ ആളെയാണ് ഈ ടീച്ചർ ബാപ്പു എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തുമ്പായല്ലോ, പോലീസിന് കുറച്ചൊരു ആശ്വാസമായി. വലിയമാരെ മുഴുവൻ വിട്ട് ഇനി കുട്ടി കൊലയാളികളെ തേടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും അടുപ്പമുള്ള ആളുകൾ എവിടെ നിന്നായിരിക്കും വരുന്നത്? ഈ ടീച്ചർ പഠിപ്പിക്കുന്ന, ടീച്ചറിൻ്റെ ഉടമസ്ഥയിലുള്ള ആ സ്കൂളിൽ നിന്നുമായിരിക്കും. അങ്ങനെ സ്കൂളിനെ കേന്ദ്രീകരിച്ച് കുട്ടികളെ മുഴുവൻ പോലീസ് വലയിലാക്കുകയാണ്. ആ സംഭവ ദിവസം ആരെങ്കിലും ആബ്സെൻ്റ് ആയിട്ടുണ്ടോ? അതാണ് പോലീസ് ആദ്യം തിരഞ്ഞത്. അങ്ങനെ 8ഓളം കുട്ടികൾ അന്നത്തെ ദിവസം വന്നിട്ടില്ല. അങ്ങനെ 8ഓളം കുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പലർക്കും പനി, ചിലർ കല്യാണത്തിൽ, പല കാരണം കാണുമല്ലോ. അങ്ങനെ ആ പല കാരണങ്ങൾക്ക് വ്യക്തതയുള്ളവരെ മുഴുവൻ ഒഴിവാക്കി. പക്ഷെ അതിൽ 2 പേരുടെ കാര്യത്തിൽ അവ്യക്തതയാണ്. ആ 2 കുട്ടികളുടെ വീട്ടിൽ പോയി തിരക്കി. അച്ഛനും അമ്മയും ദേ കൈമലത്ത്, അയ്യോ അവർ വന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പോലീസിനോട് ഒരു ഉത്തരം പറയുന്നത്. പോലീസിന് പക്ഷേ കൈമലർത്താൻ നോക്കത്തില്ലല്ലോ, പ്രതികളെ പിടികൂടിയേ പറ്റത്തുള്ളൂ. പിറ്റേന്നുള്ള ദിവസങ്ങളിൽ ഈ കുട്ടികളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഓരോന്നായിട്ട് പോലീസ് പരിശോധിക്കുകയാണ്. ഈ കുട്ടികൾ ചെയ്ത പണി എന്തറിയാമോ? കൂട്ടുകാർക്കെല്ലാം ഒരു ഗ്രാൻഡ് പാർട്ടി നടത്തി. മദ്യസൽക്കാരമാണ് കൂടുതൽ നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് രൂപ ആർഭാട ജീവിതത്തിന് വേണ്ടി കുട്ടികൾ ചെലവഴിച്ചിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ ഗോവയിലുമുണ്ട്. എന്തായാലും ഈ പ്രതികളെ പറ്റി ഏകദേശ സൂചന ഈ പോലീസിന് കിട്ടുകയാണ്. അതുമാത്രമല്ല, ആ വീട്ടിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ പോലീസിന് വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി ബോധ്യമായി. ഒരുത്തൻ ഇങ്ങനെ തലയും മുണ്ടിട്ട് ആ വീട്ടിലേക്ക് കയറുന്നതൊക്കെ ആ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യവും ഈ മിസ്സായിരിക്കുന്ന പയ്യനും തമ്മിൽ ഏകദേശം രൂപത്തിലൊരു സാദൃശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവൻ തന്നെയാണ് ഇവൻ തന്നെയാണ് അവൻ. ഇനി അവന്മാരെ കയ്യോടെ പിടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ പോലീസ് 100 എന്നും പറഞ്ഞ് ഇവന്മാർക്ക് പിന്നാലെ പായുകയാണ്. പയ്യന്മാരല്ലേ, വലിയ ബുദ്ധിയുള്ള പിള്ളേരൊന്നും അല്ലല്ലോ. വലിയ കുപ്രസിദ്ധ കൊലയാളികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാജ്യം വിട്ടുപോയതിന്. ഇവന്മാർ രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഇന്നടുത്ത് കാണുന്ന പോലീസ് വ്യക്തമായിട്ടറിയാം. അങ്ങനെ അവന്മാരെ കയ്യോടെ പിടികൂടുമ്പോൾ പോലീസ് നടുങ്ങി വിറച്ച്. എന്താ അറിയുമോ? വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു 2 പിള്ളേരാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ മുട്ടയെന്ന് വിരിയാത്ത പ്രായം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. പക്ഷെ എന്തായാലും ഇവന്മാർ പോലീസിനോട് ഭയങ്കര അടവ് പയറ്റുകയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ പൈസയാണ്, അവിടെ നിന്ന് കിട്ടിയ പൈസയാണെന്നൊക്കെ പറഞ്ഞ് പോലീസ് ഈ പൈസ കണ്ടെടുത്തപ്പോൾ പറയുകയാണ്. ഒരുപാട് പൈസ ഇവന്മാരുടെ കയ്യിലുണ്ട്. 1.5 ലക്ഷത്തോളം രൂപയാണ് ആ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നത്. പക്ഷേ ഒരിടത്ത് ഇവന്മാർ കുടുങ്ങി. അതെന്താണെന്ന് അറിയുമോ? അതാണ് പോലീസിന് പിന്നെ രണ്ടാമതൊരു ട്വിസ്റ്റായിട്ട് മാറുന്നത്. ചില നോട്ടുകളിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ആരുടെ രക്തക്കറ? രൂപ ടീച്ചറിൻ്റെ രക്തത്തിൻ്റെ കറ ഈ നോട്ടിലുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ ഒന്നും ഇവന്മാർക്ക് മറച്ചു വെക്കാൻ പറ്റിയില്ല. നോട്ടിൽ പറ്റിയിരിക്കുന്ന ആ രക്തക്കറയുടെ ഉടമ രൂപ ടീച്ചറാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയായി. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇവന്മാരാണ്, തട്ടി അകത്തിട്ട്. ഇനി എന്തായാലും അറിയേണ്ടത്, ഇത്രയും വലിയ ബ്രൂട്ടലായിട്ടുള്ള പക തീർക്കുന്ന ആ ലാഘവത്തോടെ ടീച്ചറെ കൊലപ്പെടുത്തുന്നത് എന്തായിരിക്കും കാരണം? അല്ലേ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് എന്താണെന്നുള്ള കാരണം എന്നുള്ളത്. അതിന് ഇവന്മാർക്ക് വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. നമുക്ക് ഇവന്മാരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. 2 അളിയന്മാരുടെ, നമുക്ക് എന്തെങ്കിലും പ്രായപൂർത്തിയാവാത്ത പയ്യന്മാരായതുകൊണ്ട് പേര് ഉൾപ്പെടുത്താനൊക്കത്തില്ലല്ലോ. എന്തായാലും നമുക്ക് സഞ്ജു എന്ന മനോജ് എന്ന് വിളിക്കാം. ഇവന്മാരാണെങ്കിൽ കുത്തഴിഞ്ഞൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ വേറെ രീതിയിൽ, അമ്മ വേറെ രീതിയിലൊക്കെ പോകുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പം മക്കളുടെ മേളിൽ ഈ മാതാപിതാക്കൾക്ക് വലിയ കൺട്രോളൊന്നുമില്ല. തോന്നി പോലെയാണ് ഇവർ ജീവിക്കുന്നത്. പഠിക്കാൻ വേണ്ടി വിട്ടു, പഠിക്കുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ടീച്ചർ ഇവന്മാരെ നോട്ട് ചെയ്യുകയാണ്. ഇവന്മാരെ എങ്ങനെയും നന്നാക്കണം. ചിലപ്പോൾ നാളത്തെ വാഗ്ദാനമായിട്ട് പ്രധാനമന്ത്രി പ്രസിഡൻ്റായിട്ട് മാറിയാലോ. അങ്ങനെ ഈ 2 കുട്ടികളുടെ ഉത്തരവാദിത്തം ഈ രൂപ ടീച്ചർ ഏറ്റെടുക്കുകയാണ്. ഒരുപാട് ഉപദേശിക്കും, മക്കൾ എങ്ങനെ നടന്നാൽ പോരാ, നിങ്ങളുടെ അച്ഛന്മാരെ പോലെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ, നമുക്ക് നാളെ നന്നായിട്ട് പഠിച്ച് വലിയ ജോലിയൊക്കെ സമ്പാദിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ ടീച്ചർ അവരുടെ വീടുകളിൽ നിന്നും ടീച്ചറിൻ്റെ ഈ സ്കൂളിലൊരു ഹോസ്റ്റലിലേക്ക് മാറ്റിയാണ് 2 കുട്ടികളെയും. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഒരു ഉപദേശിച്ച് നന്നാവുന്നൊരു പ്രതീക്ഷയോടെ ടീച്ചർ കൂടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ പ്രതീക്ഷ പാടെ തെറ്റുകയാണ്. ഒരു ദിവസം ടീച്ചർ കാണുന്ന കാഴ്ച ഈ കുട്ടികളുടെ ബാഗിൽ നിന്നും പണം കണ്ടെത്തുകയാണ്, അതുപോലെ മൊബൈൽ കണ്ടെത്തുകയാണ്. അത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. ഉടനെ വീട്ടുകാരെ വിളിച്ച് വരുത്തുന്നു. വീട്ടുകാർക്ക് അറിയത്തില്ല എന്നൊക്കെ വീട്ടുകാർ കൈമലത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ സ്നേഹിക്കുന്ന ടീച്ചർക്ക് ദേഷ്യം വരുമല്ലോ. ദേഷ്യം വന്നു. ഇനി നിന്നെ ഇവിടെ കടക്കട പുറത്തുനിന്ന് പറഞ്ഞ് 2 കുട്ടികളെയും ആ ഹോസ്റ്റലിൽ പുറത്താക്കുകയാണ്. പക്ഷേ സ്നേഹത്തോടെയുള്ള ഇവർ നന്നായി തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് ആ 2 കുട്ടികളെയും ടീച്ചർ പുറത്താക്കുന്നത്. പക്ഷെ അതൊരു വലിയ പണിയായിട്ട് മാറുകയാണ്. ഈ പയ്യന്മാരുടെ മനസ്സിൽ അതൊരു വലിയ വൈരാഗ്യമായിട്ട് മാറുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ പുറത്താക്കിയ ആ ടീച്ചർക്ക് 8ൻ്റെ പണി കൊടുക്കണം. അവന്മാരുടെ ലക്ഷ്യം വേറൊന്നുമല്ല, എങ്ങനെയെങ്കിലും ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുണ്ട്, ആ രൂപ അടിച്ചു മാറ്റണം. ഇവർക്കറിയാം ടീച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്വർണ്ണം ഉണ്ടെന്നും ഫീസൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യമൊക്കെ ഈ പിള്ളേർക്ക് അറിയാം. അങ്ങനെ ഈ 2 അളിയന്മാരോട് ചേർന്ന്, ഈ പയ്യന് സഞ്ജു മനോജോ അവന്മാരോട് ചേർന്ന് ഈ പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെ നമുക്കത് നടപ്പിലാക്കാൻ പറ്റും. ഒരു പക്കാ ക്രിമിനലുകളെ പോലെയാണ് പിന്നീടുള്ള ദിവസങ്ങൾ ഇവർ പെരുമാറുന്നത്. 5 ദിവസം മുമ്പാണ് ഈ പ്ലാൻ തയ്യാറാക്കുന്നത്. അങ്ങനെ പറ്റിയ ദിവസം എത്തി.
ആ ദിവസം ടീച്ചറിൻ്റെ ഭർത്താവ് നേരെ ഹൈദരാബാദിലേക്ക് പോകുന്നു. ടീച്ചർ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ എന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് എത്തുന്നു. ഒരുത്തൻ പുറത്ത് നിൽക്കുകയാണ് ഈ സാഹചര്യമൊക്കെ വീക്ഷിക്കാൻ വേണ്ടി. ആരെങ്കിലും വരുന്നോ എന്നൊക്കെ അറിയണമല്ലോ. അതിന് ഒരുത്തനെ പുറത്ത് നിർത്തുന്നു. ഒരുത്തൻ ആ മതിൽ ചാടി അകത്തേക്ക് പോവുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അങ്ങനെ പയ്യൻ പമ്മി 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 ആ മുറിയിലേക്ക് എത്തുന്നു. അവിടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വലിച്ചു വാരി എടുക്കുന്നു, പണം സ്വന്തമാക്കുന്നു, മൊബൈൽ എടുക്കുന്നു. അങ്ങനെ എന്തോ ഒരു സാധനത്തിൽ കാല് തട്ടി കിണീന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്ന ടീച്ചർ ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? മുഖംമൂടി ധരിച്ച ഒരു മെലിഞ്ഞുണങ്ങിയ പയ്യൻ ടീച്ചറിനെ അന്താളിച്ച് നോക്കുകയാണ്. അവന് കാര്യം പെട്ടെന്ന് മനസ്സിലായി. അവൻ്റെ ആ ഉത്ബോധ മനസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ള ഭയം അവനെ അലട്ടി. എത്ര മുഖംമൂടി ഇട്ടാലും ആ ടീച്ചർക്ക് തൻ്റെ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റി. കാരണം അത്രത്തോളം അടുപ്പമായിരുന്നു ആ ടീച്ചറും കുട്ടിയും തമ്മിൽ. ആ വെപ്രാളത്തിൽ ടീച്ചർ ആ കുട്ടിയെ വിളിച്ചു ബാബു എന്നുള്ള ഒരു വിളി വിളിച്ച്. ഇതാര് കേൾക്കുന്നു? അപ്പുറത്തുള്ള അമ്മായിമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഫോൺ തറയിൽ വീഴുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. പിന്നെ ആ മൃഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൃഗതുല്യനായിട്ടുള്ള ആ ചെറുക്കൻ അവനെ നന്നാക്കാൻ നോക്കി ആ ടീച്ചറെ തലങ്ങും വിലങ്ങും കുത്തുകയാണ്. എന്നാൽ ചിന്തിച്ച് നോക്കി, 27 വെട്ടാണ് കുത്താണ് കുത്തിയിരിക്കുന്നത്. അങ്ങ് വാരി വലിച്ച് കുത്തിക്കളഞ്ഞു. ആ സ്ത്രീ ശരീരം നശിപ്പിക്കാവുന്ന പരമാവധി അവൻ നശിപ്പിച്ചു കളഞ്ഞു. താൻ ഒരിക്കലും പിടിക്കപ്പെടാൻ പാടില്ല, ടീച്ചർക്ക് അല്പമെങ്കിലും ബോധമോ ജീവനോ ഉണ്ടെങ്കിൽ താൻ നാളെ പോലീസിൻ്റെ കയ്യിലാവും എന്നുള്ള ഭയം കാരണമാണ് അവൻ ഇത്രയും മൃഗീയമായിട്ട് ആ ടീച്ചറെ കൊന്നു കളഞ്ഞത്. എന്നിട്ടും അവൻ്റെ പരിപാടി അതുകൊണ്ട് തീരുന്നില്ല. ആ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം വാരി വലിച്ച് ഒരു കവറിലാക്കി, അറിയാമല്ലോ 2,00,000 രൂപ, മൊബൈൽ, ടീച്ചറിൻ്റെ കാർഡെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് നേരെ ആ മതിൽ ചാടി കൂട്ടുകാരോടൊപ്പം പോവുകയാണ്. പോകുന്ന എങ്ങോട്ടാ? ഗോവയിലേക്ക്. അവന് ടീച്ചറിനെ കൊന്നതിൻ്റെ പശ്ചാത്താപമോ താൻ പിടിക്കപ്പെടുമെന്നുള്ള പേടിയോ ഒന്നും അവൻ അലട്ടിയില്ല. അവൻ പോകുന്ന വഴിയിൽ തൻ്റെ ദേഹത്തുള്ള രക്തക്കറയൊക്കെ മാറ്റാൻ വേണ്ടി ആ ഡ്രസ്സ് ഉപേക്ഷിച്ച് കളയുന്നു. എന്നതിന് ശേഷം ഈ സ്വർണ്ണാഭരണം കൊണ്ട് വിൽക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുകയാണ്. കുറേ പേർക്ക് അവൻ പാർട്ടി ചിലവൊക്കെ നടത്തുന്നു. തനിക്ക് കുറേ വീട്ടിൽ നിന്ന് പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചിലവൊക്കെ നടത്തുന്നത്. എന്നിട്ട് ഉല്ലസിക്കാൻ വേണ്ടി നേരെ ഗോവയിലേക്ക് പോവുകയാണ്. എന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ പിള്ളേരുടെ മനസ്സ്. വല്ലാത്തൊരു ചെയ്തായി പോയി അല്ലേ? ചിന്തിക്കാൻ പോലും പറ്റാത്ത പണിയാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. ഈ സംഭവത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈ കുട്ടി കുറ്റവാളികൾക്ക് വെറും 15 വയസ്സേ ഉള്ളൂ. അതിനിടയ്ക്കാണ് സ്വന്തം പ്രധാന അധ്യാപിക തന്നെ ഇല്ലാതാക്കിയത്. 2 ദിവസം മുമ്പാണ് കരുവാറ്റയിൽ 13 വയസ്സുള്ള പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ആരെയാ കൊല്ലാൻ വേണ്ടിയാ? സ്വന്തം അപ്പൂപ്പനെ. ഇത്ര മൃഗീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ വരുന്ന വാർത്ത എന്താ അറിയാം? ആ പെൺകുട്ടി പോലീസിനോട് പറയുക, എനിക്ക് 3-4 വർഷമല്ലേ കിട്ടത്തുള്ളൂ, പിന്നെ ഞാൻ പുറത്തിറങ്ങി വരും, എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മൊഴികൾ പുറത്തു വരുന്നത്. ഈ കുട്ടികൾക്കെല്ലാം അറിയാവുന്നേ ഇത്രയ്ക്ക് കേസേ ഉള്ളൂ, തന്നെ ആരും ശിക്ഷിക്കത്തില്ല, പോലീസിൻ്റെ ആ ഒരു ചൂടാവൊന്നും തന്നോട് നടക്കത്തില്ല എന്നുള്ള കാര്യമൊക്കെ പിള്ളേർക്കും അറിയാം. എന്തായാലും നിയമം കുറച്ചുകൂടി കർശനമാക്കിയേ പറ്റൂ. കുറ്റം ആര് ചെയ്താലും എത്ര വർഷം കഴിഞ്ഞാലും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ തലയും പൊക്കി രംഗത്ത് വരും. അതുകൊണ്ട് എന്തായാലും നിയമം കർശനമാക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ ബാക്കിൽ ചിന്തിക്കുവാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. കുത്തഴിഞ്ഞ കുടുംബങ്ങളിൽ ജനിച്ച കുട്ടികളാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഏറെ ഏർപ്പെടുന്നത് അല്ലേ? നല്ല രീതിയിൽ വളർത്തുന്ന കുട്ടികളൊന്നും അധികം ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ഏർപ്പെടുന്നത് വളരെ അപൂർവമാണ്. എന്തായാലും മക്കളെ സ്നേഹിക്കുന്നവർ മക്കളെ സ്നേഹിക്കുക തന്നെ വേണം, അവരുടെ പുറകെ തന്നെ സഞ്ചരിക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും ഒരു ഗുണപാഠമാകട്ടെ എന്ന് മാത്രം വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.